ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ബാലചന്ദ്രനും വൈജയന്തിയും കൂടെ മക്കളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യണം, അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം, നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്യുന്നൊരു തോന്നൽ അവരുണ്ടാവണം എന്നൊക്കെ ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ല അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്, ഫോണൊന്നും എടുക്കുന്ന പോലും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പോരാ, നമ്മൾ സംസാരിക്കണം, കൺട്രോൾ ചെയ്യണം, വാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കാര്യം പറയുകയാണ്. രോഹിത്തിന് ഇപ്പം എന്നോട് ദേഷ്യമാണ്, നീ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ, ഞാൻ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. വൈജിക്ക് ഒട്ടും താല്പര്യമില്ല. വൈജ് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ചെയ്തത് തെറ്റാണ്, അതിനുവേണ്ടി വാദിക്കാനും വക്കാലത്ത് പറയാനൊന്നും ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈജി ചോദിക്കുന്ന എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എനിക്ക് പള്ളി വരെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് റെസ്റ്റ് അല്ലേ, നിനക്ക് എങ്ങും പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേന്ന് ഇങ്ങനെ വൈജയന്തി കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ, പള്ളി വിടാതിരിക്കാൻ വേണ്ടി. നീ ആദ്യമായിട്ടാണല്ലോ ഇതുപോലൊരു ആവശ്യമായിട്ട് വരുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ പള്ളി പൊക്കോ എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും അവൾ എന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ അങ്ങോട്ട് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുമെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ വൈജിയോട് ദേഷ്യപ്പെടുവാണ്, പിള്ളേരുടെ പ്രൈവസി പോകുന്നു പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാത്ത നീയാണ് വേലക്കാരിയെ കയറി അവളുടെ പ്രൈവസിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വൈജയന്തിനെ കളിയാക്കി ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട്, നീ അത് വിടും, നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യം സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിൻ്റെ കാര്യം പറയുവാണ്. അവൻ എന്നോട് മാത്രമല്ല അലീനയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ഒന്ന് പോയേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതേ അലീനയോടും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയുവാണ്. വൈജ അത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, അലീന വന്നു കഴിഞ്ഞുണ്ടായ കുഴപ്പങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ, അതിനു മുമ്പ് ഈ വീട്ടിലൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ പൈസ കൊടുത്ത് അവളെ പിരിച്ചു വിട്ടേക്കെന്ന് പറയുവാണ്. പെട്ടെന്നൊരു വേലക്കാരി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നാളെ തന്നെ പേപ്പറിൽ പരസ്യം കൊടുക്കാമെന്ന്. പിന്നെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. വൈജ എന്തോ ആലോചിച്ച് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അലീന ഒരു ഓട്ടോറിക്ഷയിൽ കുറച്ച് സാധനങ്ങളായിട്ട് ഒരു പള്ളി, ഒരു അനാഥ കൃപാലയം എന്നാണ് കാണിക്കുന്നത്, കൃപാലയത്തിലേക്ക് വരുവാണ്. എന്നിട്ട് അത് ഓട്ടോറിക്ഷയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അവിടുത്തെ രണ്ട് സിസ്റ്റേഴ്സ് ഇറങ്ങി വരുമ്പോൾ അലീന ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് വന്നത്, അരിയും പയറുവർഗ്ഗങ്ങളും ഒരു സ്ഥാപനത്തിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട ഒരുപാട് സാധനങ്ങൾ അലീന വാങ്ങിക്കൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ ഓട്ടോക്കാരനോടൊന്ന് എടുത്ത് വെക്കാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിന് പ്രത്യേകം പൈസ തരേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന തരാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് സംസാരിക്കാൻ വേണ്ടി ആ സിസ്റ്റേഴ്സ് വന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് അവളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇതെല്ലാം തീർന്നു എന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ആക്സിഡൻ്റ് ആയിട്ട് ദേവമാതാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ വന്ന നേഴ്സാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട്, അതെ, ഇവിടെ ഒരുപാട് പേരുണ്ട്, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട്, മോളുടെ വീട് എവിടെയാണ്? അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കടപ്പാട്ടൂരിൽ നിന്ന് വരുവാണ്, എന്നിട്ട് നെടുമ്പുരിക്കലാണെന്ന് പറയുമ്പോൾ ആ സിസ്റ്ററിന് നമ്മുടെ ബാലേന്ദ്രനെ അറിയാം, ആ ബാലേന്ദ്രൻ സാറിനെ അറിയാം, ജോലിക്കടയും സ്വർണ്ണക്കടയൊക്കെയുള്ള സാറല്ലേ എന്ന് പറയുന്നുണ്ട്. സാറിൻ്റെ മോളാണോ എന്ന് ഇങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴേക്കും അലീന ഒന്ന് ആലോചിച്ചിട്ട് അതേന്ന് പറയും കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ സാറിനും ഇങ്ങനെ തോന്നിയല്ലോ, നല്ലൊരു കാര്യം സാർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറിനോട് പറയുവാണ് കേട്ടോ. കാരണം അവിടെ അവരെ സഹായിക്കാൻ ആണുങ്ങൾ ആരുമില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ അലീനയെ നോക്കുമ്പോൾ അലീന പറയുന്നുണ്ടെന്ന്, സഹായിക്കുക ചേട്ടാ, പൈസ തരാമെന്ന് പറയാണ്. ഓട്ടോക്കാരൻ അലീനയോട് 300 രൂപ ചോദിക്കുകയാണ്. 300 രൂപ കേട്ടപ്പോഴേക്കും നമ്മുടെ സിസ്റ്റർമാരൊന്ന് ഞെട്ടുവാണ്. അവർ പറയുവാണ്, ഇവിടെ വരുന്നവർ പൊതുവേ 100 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഞാൻ സാധനങ്ങൾ ഇറക്കി വെച്ചില്ലേ, ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതിനൊരു 100 രൂപയുടെ ആവാം, ദാനമല്ലേ സാർ ആ കുട്ടി ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ കന്യാസ്ത്രീമാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന 300 തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ജൗളിക്കടയും സ്വർണ്ണക്കടയൊക്കെ ഉള്ളതല്ലേ, ഒരു 50 രൂപയുടെ ചായ കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന 50 രൂപയുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ചായ തന്നെ കുടിക്കണേ, കള്ള് വാങ്ങി കുടിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോക്കാരൻ സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കന്യാസ്ത്രീമാർ പറയുന്നുണ്ട്, ഇത്രയും പൈസ കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുവാണ്, ചില ഓട്ടോക്കാർ ഞാൻ ഓട്ടോയിൽ കയറിയാൽ പൈസ പോലും വാങ്ങാറില്ല, അപ്പോൾ ഇതും അതും കൂടെ അങ്ങ് ബാലൻസ് ആയി പൊക്കോളൂ എന്ന് പറയുവാണ്. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് അലീന പള്ളിയിലേക്ക് നടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്ത് ഹരീനെ വിളിക്കുന്നതാണ്. അപ്പോൾ ഹരി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, നീ എന്താ കോൾ എടുക്കാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്, നീ എൻ്റെ കൂടെ കൂടി ചീത്തയായി പോകാമെന്നല്ല എല്ലാവരും പറയുന്നത്, അപ്പം ഞാൻ കോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ്.
അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അതെന്നാ വർത്താനം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹരി പറയുവാണ് എല്ലാവരും അങ്ങനെ പറയണ പൊതുവേന്ന്. അപ്പം നമ്മുടെ രോഹിത് പറയുന്നുണ്ട് അലീന രോഹിത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരി ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ ഫോൺ കിട്ടണം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ഷമ പറയണം, പിന്നെ ഞാനും നീയും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം, ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്, ഇതും പറഞ്ഞാണ് അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തേക്കുന്നതെന്ന് പറയുവാണ്. ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് രോഹിത് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഹരി പറയുവാണ് നീ അപ്പം തന്നെ അവളുടെ കാലിൽ വീണ് സോറി പറയാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ രോഹിത് പറയുവാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുവാണ്. നീ ഒരു മണ്ടനാണ്, നിൻ്റെ കാര്യം എപ്പോഴും സേഫ് ആക്കാൻ നോക്കണം എന്ന് പറഞ്ഞ് ഹരി രോഹിത്തിനെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹരി പറയുന്നുണ്ട് എന്തായാലും അവളെ നമ്മൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അറിയാത്തവരായിട്ട് ആരും തന്നെ ഇനിയിപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇവിടെ ആർക്കും അറിയില്ലടാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രോഹിത് പറയുവാണ് ഞാൻ ഉപദേശം ചോദിക്കാൻ വേണ്ടി നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ എന്തായാലും കോളൊന്നും എടുത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയുടെ ഒരു രീതിയിൽ ഹരി പറയുന്നത് അലീനയോട് സോറി പറഞ്ഞേക്ക്, പോയ 2 വാക്ക് കിട്ടുവാണെങ്കിൽ മനസ്സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്നൊക്കെ ഹരി ഇങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ട്. പിന്നെ അവർ കോള് കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്നതാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അലീന വന്ന് കതക് തുറക്കുവാണ്. എന്നിട്ട് മനു അകത്തേക്ക് വരുവാണ്. ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഓക്കെ ആണ്, ഇപ്പോൾ കാണാനും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്നൊക്കെ മനു പറയുന്നുണ്ട്. മനു വന്നിട്ട് അകത്തേക്ക് പോവാണ്, ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട് ചായ എടുത്തുകൊണ്ട് വരാൻ. അലീന ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയിട്ട് ഒരു കത്രികയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ കത്രിക കാണിച്ചിട്ട് മനുവിനോട് പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന കത്രികയാണ്, അലീനയുടെ വയറ്റിൽ കുത്തിക്കയറിയ കത്രിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ മുടി വെട്ടാൻ വേണ്ടി എൻ്റെ റൂമിൽ വെച്ചിരുന്നതാണ്, പിന്നെ ഒരിക്കൽ നോക്കിയപ്പോൾ കാണുന്നില്ലായിരുന്നു, അത് പിന്നെ രോഹിത്തിൻ്റെ റൂമിൽ ഇരിക്കുന്നതാണ് കണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം ഇവിടെ എന്താ നടന്നതെന്ന്, എനിക്കറിയാം അത് നിനക്കും അറിയാമെന്ന്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു, അലീന പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീനയോട് ചോദിച്ചോന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല അവൾ പറഞ്ഞില്ല, അവളോട് ചോദിക്കാൻ ഞാൻ ചോദിച്ചില്ല, അവളോട് ചോദിച്ചാൽ ഞാൻ വില കുറഞ്ഞു പോകും എൻ്റെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ലെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു വിഷമമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മനുവിനോട് നീ എങ്ങനെയാണ് ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ട് റൂം അടിച്ചിട്ട് ഹരീനെ നന്നായിട്ട് തല്ലി. ആദ്യം അവന് മനസ്സിലായില്ല എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു, അവന് മനസ്സിലായി എന്ന് പറയുന്ന വരെ ഞാൻ തല്ലി, അവനെ കൊണ്ട് എല്ലാ കാര്യം ഇങ്ങോട്ട് പറയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പം ബാലേന്ദ്രനോട് മനു പറയുന്നുണ്ട് രോഹിത്തിനെ അങ്ങനെയൊന്നും ചെയ്യേണ്ട, അടിക്ക് പോലും ചെയ്യരുത് അങ്കിള്, ഒന്നും ചെയ്യേണ്ട, അവന് തന്നെ ഒരിക്കലും കുറ്റബോധം തോന്നി പറയട്ടെ എന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവനൊരു കുറ്റബോധവും ഇല്ല, അവനിപ്പോഴും ആ പെൺകൊച്ചിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവാന്ന് ഇങ്ങനെ പറയുവാണ്. അവളൊരു പാവാണ്, അവൾ വിചാരിച്ചിരുന്ന പോലീസിനോട് പറഞ്ഞ് എന്തൊക്കെ ചെയ്യായിരുന്നു, ഇപ്പോൾ അവളോട് സോറി പറയണേ ആ ചെറുക്കനെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിനോട് പറയുവാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ മനസ്സ് ഇത്ര വൃത്തികെട്ടതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചായയായിട്ട് വരുന്നുണ്ട്. ചായ കുടിച്ചിട്ട് നമ്മുടെ മനു പറയുന്നുണ്ട് ചായ കൊള്ളാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന അപ്പോൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ ഇവളെ പറഞ്ഞു വിടാൻ നിൽക്കുവാണെന്ന് പറയുവാണ് അലീനേനെ. അപ്പോൾ മനു പറയുന്നുണ്ട് അതാണ് അങ്കിളെ നല്ലത്, അവൾക്ക് ഇവിടെ സേഫ് അല്ല, അവൾക്ക് വേറൊരു സ്ഥലം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ആരും നോക്കൂ ഇത്ര നന്നായിട്ടെന്ന് പറയുമ്പോൾ മനു ഇങ്ങനെ പറയുന്നുണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, അലീന വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമുക്ക് അതുപോലെ ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ എന്തോ ഇങ്ങനെ ആലോചിക്കുവാണ്. നെക്സ്റ്റ് സീനിൽ മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്യുവാണ്. മുത്തശ്ശി അതെടുത്ത് നോക്കുമ്പോഴേക്കും ആരാന്ന് കാണാൻ പറ്റില്ല, അലീനയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ രേവതിക്കുട്ടിയാന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചേച്ചി ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് മനുവേട്ടൻ വന്നിട്ടുണ്ട്, മനുവേട്ടന് സാറും കൂടെ സംസാരിക്കുന്നുണ്ട്, സാറിന് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു, സാറ് കത്രികയായിട്ടൊക്കെ വന്ന് മനുവേട്ടനോട് എന്തോ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് അലീന പറയുന്നത് എന്ന രീതിയിൽ. അപ്പോൾ പിന്നെ ബാക്കി അലീനയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല, എക്കോ കേൾക്കുന്ന കാരണം പുറത്തേക്ക് പോവാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ എന്തോ ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട് അലീനയോട്, പക്ഷേ അലീന പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ എക്കോ ആണെന്ന് പറഞ്ഞ്. പിന്നെ പുറത്ത് പോയിട്ട് അലീന ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇതാണോ നീ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ എത്ര നേരമായി ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് മാമച്ചി സാറിനൊരു കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോയേക്കുമായിരുന്നു, അതാണ് താമസിച്ചതെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് അലീന പറയുന്നുണ്ട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം ആഗ്രയിലെ കാര്യം മുത്തശ്ശി ചോദിച്ചതൊക്കെ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിക്ക് അറിയില്ല ആഗ്രയിലെ കാര്യങ്ങൾ. അപ്പോൾ ആഗ്രയിൽ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മാഡം ആഗ്രയിലായിരുന്ന സമയത്താണ് ഞാൻ ജനിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം ആഗ്രയിലുണ്ടായിരുന്ന വർഷവും എൻ്റെ വയസ്സുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും ഒരു വർഷത്തിൻ്റെ ശിഷ്ടം വരുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഞാൻ ഉണ്ടായതെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി അപ്പോൾ എങ്ങനെയാണ് കഴക്കൂട്ടത്ത് എത്തിയെന്ന്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശിയുടെ ഒരു ആങ്ങളയുണ്ട് തിരുവനന്തപുരത്ത്, ചിലപ്പോൾ അവിടെ വന്നായിരിക്കും പ്രസവിച്ചതെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു, എന്തൊരു കഥകളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, കൊന്നു കളഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല, ചേച്ചി ഇപ്പോഴും ജീവനോടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിയുടെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ട് അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.